ഗ്രീൻസോൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ചെടി നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അറിയപ്പെടുന്നത് കദളിപ്പൂവെന്ന്. അതല്ലാതെ അതിന് മെലസ്റ്റോമ അറിയപ്പെടുന്നത്. ആ ചെടി ഒന്ന് ചുവട് പിടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ കുറേ പ്രാവശ്യം ചെടിയായിട്ടും അല്ലാതെ ഒത്തിരി അതിനെ നമ്മൾക്കൊന്ന് ചുവട് പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിച്ച് അവസാനം പരാജയപ്പെട്ടു. ഒരുപാട് പ്രാവശ്യം അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ വെള്ളയും കദളിപ്പൂവിൻ്റെ ആ കളറും അതെല്ലാം 2 ടൈപ്പ് സാധനങ്ങൾ ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചു. അത് പിടിച്ചില്ല. പിന്നെ അത് ചട്ടിക്കകത്ത് വെച്ച് നോക്കി, നടന്നില്ല. പിന്നെ മണ്ണിൽ വെച്ച് നോക്കി, എന്നിട്ടും പിടിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്നാ ചെയ്തു, ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെ കുറേ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ തണ്ട് തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇവിടുന്ന് ഒരുപാട് പേര് കൊണ്ടുപോയിട്ട് ആർക്കും ഇത് പിടിച്ചിട്ടില്ല, വെറുതെ കൊണ്ടുപോവുക, അതങ്ങനെ പിടിക്കത്തില്ല, അവർ നേഴ്സറിയിൽ എന്തോ ചെയ്ത് അങ്ങനെ പിടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു, എന്താണേലും ഞാനിതിൽ നിന്ന് 1-2 കമ്പ് കൊണ്ടുപോയി വെച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ മൂത്ത കുറേ കമ്പ് കൊണ്ടുവന്ന് വെച്ചു. അത് അന്നേരം അതും ഫ്ലോപ്പായി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്തു, അതിൻ്റെ ഇളത്ത കമ്പുകൾ കുറേ കട്ട് ചെയ്തുകൊണ്ട് വന്നു. എന്നിട്ട് ഒരു പരീക്ഷണാർത്ഥം ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. അതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനത് എത്തിക്കുന്നത്. സക്സസ് ആയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് സക്സസ് ആയൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ മെലസ്റ്റോമ ചെടി എങ്ങനെ ചുവട് പിടിപ്പിക്കുക, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഞാൻ ചെയ്ത 1-2 മാർഗ്ഗങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ ആദ്യമേ മണ്ണിൽ കുത്തി നോക്കി, നമ്മുടെ സാധാ ഗാർഡൻ സോയിലിൽ കുത്തി നോക്കി, എന്നിട്ട് കിളുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ചകിരിച്ചോറിനകത്ത് വെച്ച് നോക്കി, എന്നിട്ടും പിടിച്ചില്ല. അവസാനം മണലില്ലേ, ആറ്റുമണൽ, മണലിനകത്ത് വെച്ച് നോക്കിയപ്പോഴാണ് കിളുത്തത്. അപ്പോൾ ഞാനൊരു 6-7 കമ്പാണ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത്. ഇത് കണ്ടോ, ഇതിൽ 6-7 കമ്പാണ് കുത്തി വെച്ചത്. അതിനകത്ത് അപ്പം ഞാൻ നിങ്ങളുടെ പൊന്നി വെച്ച് തന്നെ ഇത് പറിച്ച് നോക്കാം. എന്നാന്ന് വെച്ചാൽ എല്ലാം ഇതുപോലെ ഇങ്ങനെ വാടി പോയേ. കുറേ എണ്ണം അങ്ങ് പോയി, പിന്നെ ഇതിൽ നിന്നും പോയി. രണ്ടാമത്തത്, ഇതിനും വലിയ വേരൊന്നും വന്നിട്ടില്ല. നമുക്കിപ്പോൾ തിരിച്ച് വെച്ച് നോക്കാം, ചിലപ്പോൾ അങ്ങനെ വന്നാലോ. ശ്രമിച്ച് നോക്കാം. പിന്നെ ഇത് നോക്കാം. ഇത് കണ്ടോ, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാനിത് പറിച്ച് നോക്കുന്നത്. അപ്പോൾ ഇതിന് വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തത് പറിച്ച് നോക്കാം. ഇല്ല, ഇതിന് വേരില്ല, ഇത് കരിഞ്ഞു. അപ്പോൾ ഇതിനെ വെച്ചിട്ട് കാര്യമില്ല, അതിനെ ഞാൻ കളയാം. പിന്നെ അടുത്തത് നോക്കാം. ഇതിന് വേര് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ വേര്. ഇനി ഇപ്പം ഇത് രണ്ടും കൂടി നമുക്ക് റീപോർട്ട് ചെയ്യാം. അതിന് നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടി പിന്നെ ചകിരിച്ചോറ് എല്ലാം കൂടി ഇട്ട് ഒരു മിശ്രിതത്തിലേക്ക് നമുക്കിത് മാറ്റാം. ഇതിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ വേറെ ഇതുപോലെ തന്നെ മണലിനകത്ത് കുത്തി വെച്ചിട്ട് ഉണ്ടായി വേര് പിടിച്ച ഒരു ചെടി ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇതിലേക്ക് മാറ്റി വെച്ചു. ഇതിപ്പോൾ നല്ലതായിട്ട് പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. ഇത് അനക്കാൻ പോയാൽ ചിലപ്പോൾ ഇത് ഉണങ്ങിപ്പോകുന്ന എനിക്കൊരു പേടി കാരണം കേട്ടോ ഇത് അനക്കി കാണിക്കാത്തത്. കണ്ടല്ലോ, കുഞ്ഞു 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 കുഞ്ഞ് ശിഖരങ്ങളൊക്കെ വരുന്നുണ്ടോ, നാമ്പുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഇവിടെ 1, ഇവിടെ 2, 3, 4, 5 ശിഖരങ്ങൾ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് പോട്ടി മിക്സിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു ചട്ടി എടുക്കുക. ആ ചട്ടിക്കകത്തോട്ട് ചാണകപ്പൊടി, പിന്നെ മണ്ണ്, മണൽ, കൊക്കോപീറ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന നല്ല പൊടിയായിട്ട് എടുക്കുക. എന്നിട്ട് അത് നനവൊന്നും അധികം വേണ്ട, ആ നനവില്ലാതെ വേണം നമുക്കിത് വെക്കാനായിട്ട്. ഇത് വെച്ച് കൊടുത്ത് ഇത് നന്നായിട്ട് ചുവട് പിടിച്ചതിന് ശേഷം മാത്രം ഒന്നുകിൽ ഇത് ചട്ടിക്കകത്ത് തന്നെ നിർത്താം, അല്ലെങ്കിൽ നമുക്ക് മണ്ണിലേക്ക് മാറ്റി വെക്കാം. ആ മണ്ണിലോട്ട് മാറ്റി വെക്കുമ്പോഴത്തേക്കും മണ്ണിൽ കുഴിയെടുത്തിട്ട് ഒരുവിധം താഴോട്ട് നല്ല വേര് പോകുന്നൊരു ചെടിയാണെന്ന് വെച്ചാൽ നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് വളർന്നു വരുന്നതാണ് നമ്മുടെ മെലസ്റ്റോമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കദളി എന്ന് പറയുന്നത്. കദളിപ്പൂ എന്നാണ് ഞങ്ങളുടെ കൂടെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം ഈ കദളി ചെടി, അപ്പം നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറയും ഇത് നേരത്തെ കയ്യാലയിലൊക്കെ നിന്ന സാധനമാണെന്ന് പറയും. പക്ഷേ ഇത് അതല്ല, സത്യത്തിൽ അതിൻ്റെ ഒരു ഹൈബ്രിഡ് ഇനമാണ് ഈ മെലസ്റ്റോമ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. പണ്ടത്തെ കദളിപ്പൂ അല്ല ഇത് സത്യത്തിൽ. അതിൻ്റെ പൂ തന്നെയാണ്, അതുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നെങ്കിൽ പോലും
ഇത് വേറെ സാധനമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് നമുക്ക് മെരിസ്റ്റോമ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പം അതിനെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത് ഞാൻ ശ്രമിച്ചിട്ട് നടന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇപ്പം പൂവിനെയും ചെടികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. എന്നാന്ന് വെച്ചാൽ അത് പൂ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് പോകത്തേ ഇല്ല. നല്ല നിറയെ പൂവായിട്ട് എന്നും നല്ല നമ്മുടെ ഗാർഡൻ്റെ ഒരു ഭംഗിയായിട്ട് ഒരു നല്ല സൗന്ദര്യമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മെരിസ്റ്റോമ. അപ്പോൾ എല്ലാവരും ഇതിനെ ഇങ്ങനെ ഒന്ന് വളർത്തി നോക്കുക. മണലിനകത്ത് ആറ്റുമണലിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിന് വേരിറങ്ങും. ആ വേരിറങ്ങുന്ന സാധനത്തെ നമ്മൾ ഇതുപോലെ ചട്ടിയിലേക്ക് മാറ്റി വെക്കുക. പിന്നെ അത് കിളുത്ത് നന്നായിട്ട് ഒരു 1-2 ബ്രാഞ്ചായിട്ടൊക്കെ വന്നതിന് ശേഷം മാത്രം അതിനെ എടുത്ത് മണ്ണിലേക്ക് വെക്കുക. ആ മണ്ണിലോട്ട് വെക്കുമ്പോൾ നല്ലൊരു കുഴിയെടുത്ത് അതിനകത്ത് ചാണകപ്പൊടിയും ഒക്കെ അടിവളമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് വേര് പിടിച്ച് വരുന്നതായിരിക്കും. അപ്പം ഇത്രയും സക്സസ് ആയപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരണ്ടേ ഇതൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് കാണിച്ചു തന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇതിന് വളമെന്ന് പറയുന്നത് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. മണ്ണിൽ വെക്കുന്ന ഒരു ചെടിക്ക് നമ്മൾ എന്തൊക്കെയാണോ സാധാരണ വളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ പച്ച ചാണകം കലക്കി പിന്നെ 15 ദിവസം കൂടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ മതി. അല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് വളം വാങ്ങിച്ച് ഇടേണ്ട കാര്യമൊന്നും ഇതിനൊന്നുമില്ല. അത്രയ്ക്കും ഒരു ഭയങ്കര ഇതുള്ള ഒരു ചെടിയല്ല ഇത്. സത്യത്തിൽ ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ നഴ്സറി ചെന്നിട്ടുണ്ടെങ്കിൽ 80 രൂപ 70 രൂപയ്ക്കൊക്കെ അത്രയൊക്കെ റേറ്റേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പൂവിൻ്റെ ഭംഗി കാരണം എല്ലാവരും വാങ്ങിച്ച് നമ്മൾ ഗാർഡനിൽ വെക്കാറുണ്ട്. പക്ഷേ വെക്കുന്നതൊന്നും ഈ ഭയങ്കര വെയിലത്തോട്ട് വെച്ച് കൊടുത്താലൊന്നും ഉടനെ അത് പിടിച്ച് കിട്ടത്തില്ല. അപ്പോൾ ഷെയ്ഡിൽ വെക്കുക. ഷെയ്ഡിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്രാഞ്ചൊക്കെ വന്നതിന് ശേഷം മാത്രം മണ്ണിലേക്കോ നല്ല ഒരു മുഴുത്ത ചട്ടിയിലേക്കോ മാറ്റുക. നന്നായിട്ട് വേരിറങ്ങുന്ന ചെടിയാണ്, അതുകൊണ്ട് ഇച്ചിരി മുഴുത്ത ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെരിസ്റ്റോമ ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് വേര് വന്നേക്കുന്നത്. ഇതിനെയും കൂടെ ഞാനൊരു ചട്ടിയിലോട്ട് മാറ്റി വെക്കാൻ പോവുക. അപ്പോൾ ഇത് വലുതായതിന് ശേഷം ഇത് പൂവൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, ഇത് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇത് പൂവുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും പൂവുണ്ടായാൽ ആദ്യം നിങ്ങളെ തന്നെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.